രാഷ്ട്രീയത്തിൽ CPIഎമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഉറച്ച കോട്ടകളെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വൈക്കം. പതിറ്റാണ്ടുകളായി ചുവപ്പുകൊടി പാർന്ന ഈ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. 1957 മുതൽ ഇന്ന് വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം തവണയും CPI സ്ഥാനാർത്ഥികളാണ് വൈക്കത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. PS ശ്രീനിവാസനെ പോലെയുള്ള അധികായന്മാർ വിജയിച്ചു കയറിയ ഈ മണ്ണിൽ K അജിത്ത് മുതൽ CK ആശ വരെ ആ ചുവപ്പ് ആധിപത്യം തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇടതുപക്ഷത്തിന് അത്രമേൽ വേരോട്ടമുള്ള അവരുടെ സംഘടനാ സംവിധാനം അത്രമേൽ ശക്തമായ ഒരു മണ്ഡലമാണിത്. ഏറ്റവും ഒടുവിൽ നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ ഈ കോട്ടയുടെ കരുത്ത് നമുക്ക് ബോധ്യപ്പെടും. CPI സ്ഥാനാർത്ഥി CK ആശ 29,119 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് അന്ന് വിജയിച്ചത്. UDFനായി മത്സരിച്ച PR സോനയ്ക്ക് 42,256 വോട്ടുകൾ ലഭിച്ചപ്പോൾ CK ആശ 71,375 വോട്ടുകൾ വാരിക്കൂട്ടി. പട്ടികജാതി സംവരണ മണ്ഡലമായ വൈക്കത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ ശക്തമായ പിന്തുണയാണ് എന്നും ഇടതുപക്ഷത്തിന് തുണയാകുന്നത്. ദളിത് ബഹുജൻ വിഭാഗങ്ങളുടെ വലിയ കേന്ദ്രമായി വൈക്കം നിലനിൽക്കുമ്പോഴും കാലാകാലങ്ങളായി അവർ ഇടതുപക്ഷ ചിഹ്നങ്ങൾക്കും വിപ്പുകൾക്കും കീഴിലായിരുന്നു. ഈ വോട്ട് ബാങ്ക് തങ്ങളുടെ പോക്കറ്റിലാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എന്നും ഇടതുപക്ഷം അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടാറുള്ളത്. എന്നാൽ ആ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പുതിയ നീക്കത്തിനാണ് ഇപ്പോൾ UDF തയ്യാറെടുക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഈ പത്മവ്യൂഹം തകർക്കാൻ പ്രമുഖ ദളിത് ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി M കപ്പിക്കാടിനെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൈക്കം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ അടിവേറിറക്കാനുള്ള UDFന്റെ തന്ത്രമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ ദളിത് ബഹുജൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ ശബ്ദമാണ് സണ്ണി M കപ്പിക്കാട്. അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും ദളിതർ കേവലം വോട്ട് ബാങ്കുകളായി മാറാതെ സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം സ്ഥാപിച്ചെടുക്കണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. സണ്ണിയുടെ കടന്നുവരവ് വൈക്കത്തെ പഴയ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മണ്ഡലത്തിൽ ഭൂരിപക്ഷവും പട്ടികജാതി വോട്ടർമാരല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഈഴവ വിഭാഗത്തിലെ വലിയൊരു ശതമാനം ആളുകളുടെ പിന്തുണയും ഇടതുപക്ഷ ചിന്താഗതിയുള്ള പൊതുസമൂഹത്തിന്റെയും വോട്ടുകൾ നേടാൻ കഴിയുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സണ്ണിയുടെ പേര് അവിടെ ഉയർന്നു വരുന്നത്. വൈക്കത്തെ CPI നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ദീർഘകാലത്തെ ഭരണവിരുദ്ധ വികാരവും സണ്ണിക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. സണ്ണി മത്സരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഉണ്ടായ പരിഭ്രാന്തി അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അശോകൻ ചെരുവിൽ അടക്കമുള്ളവർ രംഗത്തെത്തിയത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. ദളിത് നേതാക്കൾ സ്വന്തം നിലയിൽ ശക്തി പ്രാപിക്കുന്നത് തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ബാധിക്കുമെന്ന് ഇടതുപക്ഷം ഭയപ്പെടുന്നുണ്ട്. K രാധാകൃഷ്ണനെ പോലുള്ള കരുത്തുറ്റ ദളിത് നേതാവിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി പാർലമെന്റിലേക്ക് അയച്ച CPM നടപടിയിൽ വലിയൊരു വിഭാഗം ദളിത് ജനത അസംതൃപ്തരാണ്. ഈ ഒരു വികാരം വോട്ടായി മാറുകയും സണ്ണിയെ പോലെ ഒരാൾ മുന്നിൽ നിൽക്കുകയും ചെയ്താൽ അത് വൈക്കത്ത് വലിയൊരു അട്ടിമറിക്ക് കാരണമാകുമെന്നാണ് നിരീക്ഷണം. മാത്രമല്ല, സണ്ണിയുടെ സ്ഥാനാർത്ഥിത്വം വൈക്കത്ത് മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല. അത് കേരളത്തിലെ ദളിത് ആദിവാസി രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ഉത്തേജിപ്പിക്കും. CK ജാനുവിനെ പോലുള്ള നേതാക്കളെ ഒപ്പം നിർത്തി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്ന പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രം സണ്ണി കപ്പിക്കാടിലൂടെ വൈക്കത്ത് പരീക്ഷിച്ച് വിജയിപ്പിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. സണ്ണി കപ്പിക്കാടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വൈക്കത്ത് എത്തുന്നതെങ്കിൽ ഇടതിന് നിലം തൊടാതെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദളിത് ചിന്തകരും യുവാക്കളും സണ്ണിക്കായി വൈക്കത്ത് പ്രചാരണത്തിനിറങ്ങിയാൽ അത് ചരിത്രമാകും.